അപ്പോൾ ഇനി നമ്മൾ സമകാലികം സെഷനിലേക്ക് പോകണം. നമ്മുടെ കൂടെ എന്താ പറയുക, ഞാൻ ഇന്ന് സത്യത്തിൽ ഈ പ്രോഗ്രാമിൽ കുറച്ച് പ്രയാസങ്ങളുണ്ടായിരുന്നു, വ്യക്തിപരമായിട്ട് കുറച്ച് പ്രയാസങ്ങളുണ്ടായിരുന്നു. പക്ഷെ ഞാൻ ടൈറ്റിൽ കണ്ട് നൂറുദ്ദീൻ അതിൽ പങ്കെടുക്കുന്നുണ്ട്, ഇരുത്തി മധു പറയുന്നതല്ല. അപ്പം തിരിച്ചു പോകുന്നതിന് മുമ്പ് ഒരു സമയം ഇങ്ങനെ ഒരു പ്രോഗ്രാം അവൻ്റെ കൂടെ ഇരിക്കണം എന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. ആ ആഗ്രഹം ഇപ്പോൾ അൽഹംദുലില്ലാ പൂർത്തിയായിട്ടുണ്ട്. നമ്മളേറെ ഇഷ്ടപ്പെടുന്ന ആളാണ് നൂറുദ്ദീൻ. എൻ്റെയും കൂട്ടുകാരനാണ്, ഷമീറിൻ്റെയും കൂട്ടുകാരനാണ്. അപ്പോൾ നമുക്കൊരു നല്ലൊരു സൗഹൃദ സംഭാഷണമാകാൻ തോന്നുന്നുണ്ട്. അതാണ് തുടക്കം. ഈ അല്പകാലം നൂറുദ്ദീൻ്റെ കൂടെ 2 കൊല്ലത്തോളം ഞങ്ങൾ ഒരുമിച്ച് PG പഠിക്കുമ്പോൾ ഞങ്ങൾ ഒരുമിച്ചുണ്ടായിരുന്നു ജാമിയൽ ഹിന്ദിൽ. 1 വർഷം സീനിയറായിരുന്നു ഞാൻ. ഒപ്പം പഠിച്ചു, 1 വർഷം ഒപ്പം പഠിച്ചു. അതിനുശേഷം പിന്നീട് അവിടെ തന്നെ ജോലി ചെയ്തു. അവിടെ ഒരു അൽഹിന്ദ് റിസർച്ച് അക്കാഡമി എന്ന രൂപത്തിലുള്ള ഒരു സംവിധാനം ഉണ്ടായിരുന്നു. അതിലും അല്പകാലം വർക്ക് ചെയ്യാനും ഒക്കെ അൽഹംദുലില്ലാ അവസരം ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ ഇപ്പം നമുക്കൊരു വളരെ ഒഫീഷ്യൽ അല്ലാതെ സംസാരിക്കാവുന്ന നല്ലൊരു കൂട്ടുകാരായി നമുക്ക് ഇൻഷാ അല്ലാഹ് ചില കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാം. നൂറുദ്ദീൻ ഇപ്പോൾ ശ്രോതാക്കൾക്ക് വേണ്ടി പറയുകയാണ്. നൂറുദ്ദീൻ സ്വലാഹി ജാമിയ നദിബിയയിൽ നിന്ന് പഠനം കഴിഞ്ഞ് ജാമിയ അൽ ഹിന്ദിൽ നിന്ന് PG പഠനം പൂർത്തിയാക്കി ജോലി ചെയ്യുന്നതിൻ്റെ ഇടക്ക്, സർക്കാർ സർവീസിൽ ജോലി ചെയ്യുന്നതിൻ്റെ ഇടക്കാണ് മദീന ഇസ്ലാമിക് യൂണിവേഴ്സിറ്റിയിൽ അദ്ദേഹത്തിന് അഡ്മിഷൻ ലഭിച്ചത്. ഉപരിപഠനത്തിന് വേണ്ടിയിട്ട് ജാമിയ ഇസ്ലാമിൽ പഠിക്കണം. എല്ലാ ആളുകളെയും സ്വപ്നമാണ് ജാമിയ ഇസ്ലാമിൽ പഠിക്കുക എന്നുള്ളത്. അപ്പോൾ അത് അദ്ദേഹത്തിന് ആ ഭാഗ്യം അള്ളാഹു നൽകിയിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് നമുക്ക് അദ്ദേഹത്തിലേക്ക് തന്നെ ഇനി എന്ത് ചെയ്യാം, നേരിട്ട് നമുക്ക് പ്രവേശിക്കാം. അസ്സലാമു അലൈക്കും. വലൈക്കും സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഈ നൂറുദ്ദീൻ ഇടക്ക് നാട്ടിൽ വരാൻ സാധിക്കാറുണ്ട് അൽഹംദുലില്ലാ, ഇടവേളകളിലൊക്കെ. അതെ, ചിലപ്പോഴൊക്കെ കാണാനും കഴിയാറുണ്ട്. ഞാൻ കാണുന്നതിനേക്കാൾ ഷമീർ നൂറുദ്ദീനെ കാണാറുണ്ട് തോന്നുന്നുണ്ട്. അല്ല, ഈ പിന്നെ നൂറ് നാട്ടിൽ വരുന്ന സമയങ്ങളിലൊക്കെ മിക്കവാറും ഞങ്ങൾ നേരിട്ട് കാണുകയാണെങ്കിൽ വീട്ടിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ യാത്ര ചെയ്യാറുണ്ട്. പിന്നെ അതിൻ്റെ അപ്പുറങ്ങൾ ഒരുമിച്ച് സൗദി അറേബ്യയിൽ കുറച്ച് കാലം ഉണ്ടായതുകൊണ്ട് തന്നെ അങ്ങനത്തെ ഒരു ബന്ധം അൽഹംദുലില്ലാ ഉണ്ട് എന്നുള്ളതാണ്. ഈ ശ്രോതാക്കൾക്ക് അറിയാൻ ആഗ്രഹമുണ്ടാകുന്നൊരു കാര്യം, മദീന യൂണിവേഴ്സിറ്റിയിലേക്ക് കുറേ കുട്ടികൾ ഇപ്പോൾ പ്രത്യേകിച്ച് ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികൾ അങ്ങോട്ടേക്ക് വരണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളുണ്ട്. അങ്ങനത്തെ ആളുകൾക്ക് ഉപകാരപ്പെടുന്ന നിർദ്ദേശങ്ങൾ വളരെ വിശദമായിട്ടല്ലെങ്കിലും ഒന്ന് പങ്കുവച്ചാൽ നന്നായിരിക്കും. ഇപ്പോൾ എന്താണെന്ന് വെച്ചാൽ കഴിഞ്ഞ നമ്മളൊക്കെ അത് അപേക്ഷിക്കുന്ന സമയം എന്ന് പറഞ്ഞാൽ ഭയങ്കര ടൈറ്റുള്ള സമയമാണ്. ഇന്ത്യയിൽ നിന്ന് വളരെ എണ്ണപ്പെട്ട ആളുകൾക്ക് കിട്ടുന്ന, മാത്രമല്ല അത് കൊടുക്കുന്ന രൂപം കാര്യങ്ങളൊക്കെ നമുക്ക് അങ്ങനെ ചോദിച്ചറിഞ്ഞിരുന്ന അങ്ങനത്തെ ഒരു സമയമായിരുന്നു. പക്ഷെ ഇപ്പോൾ എന്താ വെച്ചാൽ അൽഹംദുലില്ലാ ഇപ്പോൾ ഷമീർ സൗദിൻ്റെ ഒരു വിഷൻ 2030 ഭാഗമായിട്ടുള്ള ഈ ഒരു വിദ്യാഭ്യാസ കാഴ്ചപ്പാടുകൾ കുറച്ചും കൂടി മാറിയതിൻ്റെ പേരിൽ ഇപ്പോൾ ഓപ്പണായിട്ട് എല്ലാവർക്കും നേരിട്ട് അപേക്ഷിക്കാൻ പറ്റുന്ന അവസരങ്ങളുണ്ട്. അവരുടെ പിന്നെ എന്താ പറയുക, ഈ ദുർസ് സൗദിയ സ്റ്റഡി ഇൻ സൗദി എന്ന് പറയുന്ന ആപ്പ് വഴിയാണ് ഇപ്പോൾ അപേക്ഷിക്കേണ്ടത്. ആർക്കും അപേക്ഷിക്കാം. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഞാൻ ഇപ്രാവശ്യം വരുന്ന സമയത്ത് കൊച്ചി എയർപോർട്ടിൽ നിൽക്കുമ്പോൾ ഒരാളവിടെ ഇങ്ങനെ ഒന്ന് പരിങ്ങി നിൽക്കുന്നുണ്ട്. അപ്പോൾ ബാഗ് ലഗേജ് കിട്ടാത്തതാണ്. അപ്പോൾ അതിന് മുമ്പ് വരുന്ന സമയത്ത് എനിക്ക് കിട്ടാത്തതുകൊണ്ട് എനിക്ക് പെട്ടെന്ന് മനസ്സിലായി. അപ്പോൾ ഞാൻ സാധനം ഇവിടെ എത്തിയിട്ടില്ല, ഫ്ലൈറ്റിൽ നമ്മളിവിടെ എത്തിക്കണേ. അപ്പോൾ ഇവിടുന്ന് ഒന്ന് ഹെൽപ്പ് ചെയ്യണം തോന്നിയപ്പോൾ ഇവിടുന്ന് വെച്ചപ്പോൾ മദീന യൂണിവേഴ്സിറ്റിയാണ് പറഞ്ഞത്. അത് കണ്ടിട്ടില്ല, അവിടുന്ന് പരിചയമില്ല. 6 മാസമായിട്ട് തന്നെ അവിടെ ഉണ്ട്, നമ്മൾ കണ്ടിട്ടില്ല. അപ്പോൾ അത്രയും കുട്ടികൾ അൽഹംദുലില്ലാ ഉണ്ട്. വേറെ ഭാഗത്തു നിന്നൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ധാരാളം കണക്കിന് കുട്ടികൾ ഇങ്ങനെ അപേക്ഷിച്ചിട്ട് വന്ന് പിന്നീടാണ് നമ്മൾ അറിയുന്നത്. അപ്പോൾ ഇപ്പോൾ ഇതിൻ്റെ സമയം കഴിഞ്ഞു. 2.5 മാസത്തോളം ഓപ്പൺ ആയിരുന്നു. മാത്രമല്ല സൗദിയിൽ ഇപ്പോൾ നമുക്ക് 3 യൂണിവേഴ്സിറ്റികളിലേക്ക് എന്ത് ചെയ്യുക, ഒരേ സമയത്ത് അപേക്ഷിക്കുക. ഈ ആപ്പ് വഴി ഇപ്പോൾ അപേക്ഷിക്കാൻ പറ്റുള്ളൂ. 3 യൂണിവേഴ്സിറ്റിക്ക് ഒന്നിച്ച് അപേക്ഷിക്കുക. ഒരു കുറഞ്ഞ സമയം കൊണ്ട് നമുക്ക് കിട്ടിയല്ലേ എന്നുള്ളത് എന്ത് ചെയ്യും, അറിയും ചെയ്യും. പണ്ടെന്ന് വെച്ചാൽ നമ്മൾ 2-3 കൊല്ലമൊക്കെ കാത്തിരിക്കുകയായിരുന്നു. പക്ഷേ അപ്പോൾ ആ ഒരു അനുഭവമുള്ള നമ്മുടെ ഒരു തലമുറയിലെ ആളുകൾ, നമ്മുടെ തലമുറ കുറച്ച് മുമ്പ് പഠിച്ചു പോയ ആളുകൾ, അവർ കുട്ടികൾക്ക് ആർക്കും അങ്ങനത്തെ ഒരു ഉപദേശം കൊടുക്കരുത്, കിട്ടാൻ പ്രയാസമാണ്, ഒരിക്കലും അങ്ങനെ ഇങ്ങനെ 2 കൊല്ലം കാത്തിരിക്കണം. ഇപ്പം എനിക്കറിയാം, അന്ന് എൻ്റെ പരിചയത്തിൽ ലഭിച്ച കുറേ ആളുകൾ അവർ പിന്നെ കുറേ ആയി ആഗ്രഹം പറയുന്ന ആളുകളാണ്. കുറേ ആയി അങ്ങോട്ട് പിന്നെ അവരുടെ ജീവിതത്തിൽ നമുക്കറിയാം എങ്ങനെ രാത്രി നമസ്കാരങ്ങളിലൊക്കെ പ്രാർത്ഥിക്കുകയും അങ്ങനെ ചോദിച്ച ആളുകൾക്കാണ് അന്ന് യഥാർത്ഥത്തിൽ അഡ്മിഷൻ കിട്ടിയിട്ടുള്ളത്. അത്ര ടൈറ്റ് ആയിട്ടുള്ള അഡ്മിഷൻ രീതിയായിരുന്നു അൽഹംദുലില്ലാ. ജാമിയ ഇസ്ലാമിൽ പഠിക്കുന്ന കുട്ടികളെ കാണുമ്പോഴേ ശരിക്കും ഒരു സങ്കടം ഉണ്ട്. നമുക്കൊന്നൊരു അവസരം കിട്ടിയിട്ടില്ല എന്നുള്ളൊരു സങ്കടമുണ്ട്. ഞാൻ സത്യത്തിൽ ഈ ജാമിയ ഇസ്ലാമിൻ്റെ സ്ഥാപനത്തെക്കുറിച്ച് കേൾക്കണ എങ്ങനെ അറിയാം, ഞാൻ ചുങ്കത്തർ നജാത്തുൽ-അനാം അറബി കോളേജിൽ പഠിക്കുന്ന സമയത്ത് അന്ന് ഗസ്റ്റായിട്ട് സയ്യിദ് സാഫർ സാദിഖ് മദീനി, അതേപോലെ തന്നെ ഉമർ ഖോയ മദീനി ഉസ്താദ്, അവർ അവിടുത്തെ ലീവിന് വരുമ്പോൾ എന്ത് ചെയ്യും, ഞങ്ങളെ പഠിപ്പിക്കാൻ വേണ്ടി വരും. അപ്പോൾ നമ്മൾ 2 ആളുകൾ, അതും ഭയങ്കര ഇൽമിൻ്റെ ബഹറുകളായ 2 ആൾക്കാരെ ഇങ്ങനെ കാണും. അങ്ങനെയാണ് സത്യത്തിൽ ഇങ്ങനെ ജാമിയ ഇസ്ലാമി പറഞ്ഞ
സ്ഥാപനം ഉണ്ട് എന്ന് ഞാൻ പഠിക്കുന്നതിൻ്റെ ഇടയിലാണ് എന്ത് ചെയ്തത്. നമുക്ക് യഥാർത്ഥത്തിൽ പോകാനുള്ള താല്പര്യം വരുന്നത് ഇപ്പോൾ നമ്മൾ ഇടവണ്ണ ജാമ്യ പഠിക്കുന്ന സമയത്ത് ഒരുപാട് ദീർഘകാലത്തെ ആഗ്രഹമാണ്. ഞാൻ ശരിക്കും 2008-09 കാലം മുതൽ ഇങ്ങനെ മനസ്സിൽ ആഗ്രഹിച്ചുകൊണ്ട് കൊടുക്കുന്ന സംഗതിയാണ്. കാരണം നമ്മൾക്ക് ക്ലാസ് എടുക്കാൻ വരുന്നതൊക്കെ ഹംസ മദീനി, ഷമീർ മദീനി, അബൂബക്കർ സലഫി, ഇങ്ങനെ വിദേശ യൂണിവേഴ്സിറ്റികൾ പഠിച്ച അബൂബക്കർ സലഫി റിയാദിൽ ജാമ്യത്തുൽ ഇമാമിലാണ് പഠിച്ചിട്ടുള്ളത്. അപ്പോൾ അങ്ങനത്തെ ആളുകളാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് അവരുടെ ക്ലാസ്സിന് ഒരു വെറൈറ്റി നമുക്ക് ഡെപ്ത് ഫീൽ ചെയ്യും ശരിക്കും. അപ്പോൾ അങ്ങനെ താല്പര്യപ്പെട്ടിട്ടാണ് ശരിക്കും അതിനെക്കുറിച്ച് ചിന്തിച്ച് ദ്രമനറിയാം. നമ്മൾ ദ്രമനൊക്കെ പിന്നെ നമുക്ക് നൂറ് ഇവിടെ അൽഹംദുലില്ലാ സംഘടനാ രംഗത്തും പ്രവർത്തന രംഗത്തൊക്കെ ഉണ്ടായിരുന്നവരാണ്. അപ്പോൾ തൽക്കാലം ഇന്നൊക്കെ ഒരു ലീവ് എടുത്തിട്ട് അവിടേക്ക് പോയതാണ്. സൗദി അറേബ്യയിൽ എത്തിയപ്പോൾ അവിടെ നമ്മുടെ പ്രവർത്തനങ്ങളൊക്കെ ഉണ്ട്, നമ്മുടെ സംവിധാനങ്ങൾ അൽഹംദുലില്ലാ വളരെ നടക്കുന്നുണ്ട്. പക്ഷെ ഇവിടുന്ന് പോയി അവിടെ എത്തിയപ്പോൾ എങ്ങനെയാണ് അവിടുത്തെ പ്രവർത്തനങ്ങൾ എങ്ങനെ നോക്കിക്കാണുന്നത്? സൗദിയിലുള്ള നമ്മുടെ ഒരു ആദർശപരമായ പ്രവർത്തനങ്ങൾ എങ്ങനെ നോക്കിക്കാണുന്നത്? സൗദിയിൽ ഇപ്പോൾ അവിടെ സെൻറ്റർ ഇപ്പോൾ ഇവിടെ ദഅവത്തിന് നമുക്ക് എവിടെ ചെന്നാലും സ്കോപ്പ് ഉണ്ട് എന്നുള്ളതാണ്. മലയാളികൾക്കിടയിലുള്ള മാഷാഅല്ലാഹ് നമ്മുടെ ദഅവ വളരെ സജീവമാണ്. സൗദിയിലെ എല്ലാ പ്രവിശ്യകളും കേന്ദ്രീകരിച്ചിട്ട് ദഅവ നടക്കുന്നുണ്ട്. മദീനയെ സംബന്ധിച്ചിടത്തോളം അവിടെ നമുക്ക് സ്ലൈ സെൻറ്റർ ഉണ്ട്. പിന്നെ പ്രത്യേകിച്ച് ഒന്നുകൂടെ ഈ ഹാജിമാരൊക്കെ ഫോക്കസ് ചെയ്ത് ഉംറയ്ക്ക് വരുന്ന ആളുകളൊക്കെ ഫോക്കസ് ചെയ്തിട്ട് കുറച്ചും കൂടെ കാര്യങ്ങൾ നമുക്ക് ദഅവ ഏരിയയിലേക്ക് ഇടപെടാനൊക്കെ ഉള്ള അൽഹംദുലില്ലാ നല്ല സൗകര്യമുണ്ട്. പിന്നെ അവിടുത്തെ ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ അവിടെ ഇപ്പോൾ ജാമിയ ഇസ്ലാമിയിലെ വിദ്യാർത്ഥികളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ കുറച്ചും കൂടെ ദാഴിമാരും കാര്യങ്ങളൊക്കെ സൗകര്യം. മദീന പറയുമ്പോൾ നമ്മൾ അഷ്റഫ് മൗലിനെ പറയാൻ പറ്റില്ല. ഉസ്താദിൻ്റെ ആരോഗ്യാവസ്ഥ അൽഹംദുലില്ലാ ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല. എന്തായാലും അള്ളാഹു അദ്ദേഹത്തിന് ദീർഘായുസ്സ് കൊടുക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം ഇൻഷാ അല്ലാഹ്. പിന്നെ അതിന് പുറത്തേക്കൊക്കെ പോകാറുണ്ടോ? ഇപ്പം മദീനയിൽ നിന്ന് അവിടുത്തെ പഠിക്കുന്നതിൻ്റെ ഇടയിൽ മറ്റുള്ള സ്ഥലങ്ങളിലേക്ക് പോകാൻ ഇപ്പോൾ നമുക്ക് ഏറ്റവും നമ്മൾ ഇത് പിന്നെ ഉംറയ്ക്ക് പോകുക എന്നുള്ളതാണ് ഏറ്റവും വലിയ ജാമിയ ഇസ്ലാമിയിൽ കിട്ടുന്ന ഒരു വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ ഭാഗ്യതാണ്. നമുക്ക് പെട്ടെന്ന് ഉംറ ചെയ്ത് പോരാനുള്ള സൗകര്യമുണ്ട്. പിന്നെ എന്ന് വെച്ചാൽ നമ്മളെ ബാക്കിയുള്ള ദഅവ സെൻറ്ററുകളിലും കാര്യങ്ങൾക്കൊക്കെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ പോകാൻ പറ്റും അൽഹംദുലില്ലാ. ഈ മദീന യൂണിവേഴ്സിറ്റി ഒരു യൂണിവേഴ്സിറ്റി എന്ന നിലക്ക് നമ്മൾ കാണുമ്പോൾ ആ ഒരു വിദ്യാഭ്യാസ സ്ഥാപനം അതിൻ്റെ ഒരു ആംബിയൻസ് എന്താണ്, ഒരു രൂപം എന്താണെന്നുള്ളതൊക്കെ കാണാത്ത ആളുകൾക്ക് വേണ്ടി ഒന്ന് ഇപ്പോൾ പ്രത്യേകിച്ച് ഇപ്പോൾ അതിൻ്റെ വീഡിയോ സംഗതികളൊക്കെ യൂട്യൂബിൽ അവൈലബിൾ ആയിരിക്കും. എന്നാലും റേഡിയോ ശ്രോതാക്കളിൽ കാണാത്ത ആളുകൾക്ക് വേണ്ടി അതിൻ്റെ ഒരു രൂപം ഒന്ന് മൊത്തത്തിൽ പറഞ്ഞു കൊടുത്താൽ തന്നെ. അത് എനിക്ക് ആദ്യം പറയാനുള്ളത് വെച്ചാൽ നമ്മളെ അവിടെ പഠിക്കാൻ താല്പര്യമുള്ള ആളുകളൊക്കെ എന്താ വെച്ചാൽ അവിടെ വരുമ്പോൾ ഒന്ന് കാണണം എന്നുള്ളതാണ്. മദീനയിൽ വരുന്ന ആളുകൾ ജസ്റ്റ് ഒന്ന് എല്ലാവർക്കും ചിലപ്പോൾ എല്ലാ സമയത്തും കയറാൻ പരിമിതികളുണ്ടാവും. എന്നാലും വിദ്യാർത്ഥി പ്രായത്തിൽ അങ്ങനെ കുടുംബസമേതമൊക്കെ വരാൻ പറ്റുമോ? ഇല്ലല്ല, കുടുംബസമേതം അങ്ങനെ വരൽ കുറച്ച് പ്രയാസം ഉണ്ടാവും. ഒന്നിച്ച് അങ്ങനെ വരിക എന്നുള്ളത്. പിന്നെ സ്ഥാപനം എന്ന് പറഞ്ഞാൽ അൽഹംദുലില്ലാ നമ്മൾ പൂർണ്ണമായും നമ്മൾ അങ്ങനെ പഠിക്കാനുള്ള എല്ലാ സൗകര്യങ്ങളുള്ള ഒരു ഇൽമിൻ്റെ എന്താ പറയുക ഒരു ഫുള്ളി ഇൽമിയായിട്ടുള്ളൊരു ആംബിയൻസ് ആണ്. അതുകൊണ്ട് നമുക്ക് അവിടെ എത്തിയ സ്വാഭാവികമായിട്ട് ഒരാൾക്ക് പഠിക്കണം തോന്നും, പഠിക്കാതിരിക്കില്ല. ഷെയ്ഖ് അൽബാനിൻ്റെ ഒരു പിന്നെ ലൈബ്രറി മദീന ജാമിയ ഇസ്ലാമിൻ്റെ പ്രത്യേകത അതിൻ്റെ ലൈബ്രറിയാണ്. മാഷാഅല്ലാഹ് വിശാലമായ ലൈബ്രറിയാണ്. പിന്നെ അതിൽ ഷെയ്ഖ് അൽബാനി റഹിമഹുല്ലാ അദ്ദേഹത്തിൻ്റെ പുസ്തകങ്ങൾ മാത്രം അവിടെ അദ്ദേഹം ജാമിയ ഇസ്ലാമിയക്കാണ് എന്ത് ചെയ്തത് വഖഫ് ചെയ്തത്. അദ്ദേഹത്തിൻ്റെ പിന്നെ വസിയത്തിൽ അദ്ദേഹം അവസാനം എഴുതി വെക്കുന്നുണ്ട്. പിന്നെ എൻ്റെ പുസ്തകത്തെക്കുറിച്ച് എനിക്ക് പറയാനുള്ളത് അത് ഞാൻ ജാമിയ ഇസ്ലാമിയക്ക് സംഭാവന ചെയ്യുകയാണ്. അവിടെ എനിക്ക് ഒരുപാട് നല്ല അനുഭവങ്ങൾ, ഓർക്കാവുന്ന നല്ല അനുഭവങ്ങൾ എനിക്ക് തന്നത് അത് ജാമിയ ഇസ്ലാമിയാണ്. ഷെയ്ഖ് അവിടെ ഉണ്ടായിരുന്നല്ലോ അധ്യാപകനായിട്ട് ഒരുപാട് കാലം. അത് ഇങ്ങനെ വരുന്ന ഗസ്റ്റുകൾക്ക് ആ ലൈബ്രറി കാണാനുള്ള അവസരം കൊടുക്കും. ഷെയ്ഖ് അൽബാനി റഹിമഹുല്ലാ ലൈബ്രറി. ഞാൻ എൻ്റെ ഒരു അവിടെ പഠിച്ച സമയത്ത് മദ്രസയിൽ പഠിച്ചൊരു കുട്ടി ഉണ്ടായിരുന്നു. ഞാനവിടെ ദമാമിൽ വർക്ക് ചെയ്തിരുന്ന സമയത്ത് അവിടെ കുട്ടി ഉണ്ടായിരുന്നു. അപ്പോൾ ഓനിങ്ങനെ എന്നോട് പറഞ്ഞു, ഞാൻ ആപ്പുകളൊക്കെ ഉണ്ടാക്കുന്നത് എന്തെങ്കിലും ആവശ്യങ്ങളൊക്കെ ഉണ്ട്, എന്ത് ചെയ്യണം എന്നോട് പറയണം എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഞാൻ ഓന് മദീന ഇസ്ലാമിക് യൂണിവേഴ്സിറ്റിയിൽ അഡ്മിഷൻ കിട്ടിയ സ്ഥിതിക്ക് ഞാൻ ആപ്പുകളും മറ്റൊക്കെ ഉണ്ടാക്കാനും അതിനൊന്നും സമയം കളയണ്ട, ഓൻ പഠിച്ചോട്ടെ എന്നുള്ള നിലക്ക് ഓൻ പഠിക്കണ ഈ 3 കൊല്ലത്തിൻ്റെ ഇടക്കും ഞാൻ അവനോട് അങ്ങനത്തെ ആവശ്യങ്ങളൊന്നും പറഞ്ഞില്ല. ഇപ്പോൾ അടുത്ത് ഇവിടുന്ന് അങ്ങോട്ട് പോയ ഒരു ആൾ പറയാണ് ഓൻ അവിടെ പഠിക്കുന്നത് IT ഫീൽഡിലാണ്. അപ്പോൾ ഇസ്ലാമിക് യൂണിവേഴ്സിറ്റിയിൽ ഇത്തരം കോഴ്സുകളുണ്ട്. ഇസ്ലാമിക് യൂണിവേഴ്സിറ്റിയിൽ വെച്ചാൽ അവിടെ മതപഠനമുണ്ട്, ഭൗതിക പഠനമുണ്ട്. മതപഠനത്തിൽ അവിടെ കുലിയത്തുൽ ഖുർആൻ ഉണ്ട്, ഖുർആൻ കോളേജ് ഉണ്ട്, ഹദീസ് ഉണ്ട്, അഖീദ കുലിയത്തു ദഅവ ഉണ്ട്, അഖീദ സ്പെഷ്യലൈസേഷൻ. പിന്നെ അതേപോലെ തന്നെ കുലിയത്തു ശരിയ ഉണ്ട്, ഫിഖഹാണ്. അതേപോലെ തന്നെ കുലിയത്തുൽ ലുഗ ഭാഷ ഉണ്ട്. അതിൻ്റെ പുറമെ ആർട്സ് ആൻഡ് സയൻസ് ഉണ്ട്, എഞ്ചിനീയറിംഗ് ഉണ്ട്. അങ്ങനത്തെ ഭൗതിക ഇതുണ്ട്, രണ്ടും ഉണ്ട്. നമ്മളെ ഇന്ത്യയിലുള്ള ഇപ്പം എൻ്റെ തൊട്ടപ്പുറത്തുള്ള റൂമിലുള്ള ഒരു കാശ്മീരി, അവന് ഇവിടെയാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. കുലിയത്തുൽ ഹന്തസയിലാണ്, എഞ്ചിനീയറിംഗാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അത് ഫുള്ളി സ്കോളർഷിപ്പോട് കൂടെ തന്നെ
അവിടെ ഉണ്ട്. പക്ഷേ ജാമിയ ഇസ്ലാമിയ അറിയപ്പെട്ടത് ഇസ്ലാമിക് സ്റ്റഡീസിലായതുകൊണ്ട് തന്നെ കൂടുതൽ ആളുകൾ അതിലേക്കാണ് വരിക എന്നുള്ളത് മാത്രം. രണ്ടും എല്ലാ ഇതുണ്ട് അവിടെ. അപ്പോൾ വ്യത്യസ്ത നാടുകളിൽ നിന്ന്, ഇന്ത്യയിൽ നിന്ന് തന്നെ വിവിധ സ്ഥലങ്ങളിൽ നിന്ന്, ലോകത്തിൻ്റെ വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള കുട്ടികൾ അവിടെ ഉണ്ടാവും. ഉണ്ട്. ഇപ്പോൾ ഏകദേശം ജാമിയ ഇസ്ലാമിയ ഗിന്നസ് ബുക്ക് കയറി, അതായത് 192 രാജ്യങ്ങളിൽ നിന്നുള്ള വിദ്യാർത്ഥികൾ ഉൾപ്പെടെ പഠിക്കുന്നുണ്ട്. അപ്പോൾ വ്യത്യസ്ത ഭാഷകൾ ഒറ്റ ഭാഷയിൽ ഒന്നിപ്പിക്കുന്ന ഇടം എന്നുള്ള സ്ഥലത്ത് എല്ലാവരും അറബിയിലാണ് സംസാരിക്കുന്നത്. വ്യത്യസ്ത എൻ്റെ കൂടെ ഉള്ളത് ഒരാൾ ചൈനക്കാരനാണ്, തൊട്ടപ്പുറത്തുള്ളത് ഇന്തോനേഷ്യക്കാരനാണ്, മുന്നിലെ റൂമിലുള്ളത് യമനിയാണ്, അതിൻ്റെ അപ്പുറത്തുള്ളത് പിന്നെ സ്വീഡനാരനാണ്. വ്യത്യസ്ത ഇതുണ്ട്. അപ്പോൾ നമ്മളെ ക്ലാസ്സിൽ വ്യത്യസ്ത ക്ലാസ്സുകൾ വ്യത്യസ്ത രൂപത്തിലായിരിക്കും ഉണ്ടാകുക. അതിലിപ്പോൾ എൻ്റെ കൂടെ ഒരു സബ്ജക്റ്റ് എൻ്റെ കൂടെ ഉള്ളതിൽ ഞങ്ങൾ ഏകദേശം 60 ആളുകളിൽ 54 രാജ്യങ്ങളിലെ കുട്ടികളാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ചൈനക്കാരൻ്റെ ഭക്ഷണ രീതിയൊക്കെ പഠിച്ചോ? അല്ല, നമ്മൾ ജാമിയ തൊട്ട് മുമ്പിൽ ഓലെ റെസ്റ്റോറൻറ്റ് അതിൽ ഞാൻ നൂറിനോട് ചോദിക്കുന്നത്, അവിടെ ഇപ്പം ഏകദേശം ഞാൻ മനസ്സിലാക്കി 20,000-ഓളം വിദ്യാർത്ഥികൾ പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ടാവും അവിടെ. 20,000 എന്ന് പറഞ്ഞാൽ എത്ര ആളുകളുണ്ട്? അത് ഈ എല്ലാ കുട്ടികളും ഭൂരിപക്ഷം കുട്ടികളും, അതായത് അവിടെ ദാഖലയായിട്ട് സൗദിൻ്റെ ഉള്ളിൽ നിന്ന് വന്ന് പഠിക്കാത്ത സ്കോളർഷിപ്പിൽ എല്ലാ ആളുകളും ഫുള്ളി സ്കോളർഷിപ്പാണ്. അപ്പോൾ അതിൽ അവിടുത്തെ പള്ളി ഉണ്ടാവുമല്ലോ, ജാമിയ ഇസ്ലാമിയിൽ പള്ളി ഉണ്ടാവുമല്ലോ. ഈ കുട്ടികളൊക്കെ നിസ്കരിക്കാൻ വരുന്ന, ഇപ്പോൾ ഉദാഹരണത്തിന് സുബൈൻ്റെ ഒരു ജമാഅത്ത്, അതിൻ്റെ ഇത് എങ്ങനെ ഇരിക്കും? ജാമിയ ഇസ്ലാമിൻ്റെ ഉള്ളിൽ 3 പള്ളിയാണുള്ളത്. ഒന്ന് മസ്ജിദ് ഇബ്നു ബാസ്, ഷെയ്ഖ് ഇബ്നു ബാസ് ആണല്ലോ ജാമ്യൻ്റെ ആദ്യത്തെ മുദീറായിട്ടുള്ളത്, ചാൻസലറായിട്ടുണ്ടായിരുന്നു. അന്ന് ഷെയ്ഖ് ഇബ്നു ബാസ് ക്ലാസ് എടുത്തിരുന്ന പള്ളി. പിന്നെ മസ്ജിദ് ഇബ്രാഹിം, ഷെയ്ഖ് ഇബ്രാഹിം എൻ്റെ പേരിലുള്ള പള്ളി, പിന്നെ മുഫ്തിയായിരുന്നു. അതെ. പിന്നെ അതിൽ 2 ഭാഗങ്ങളായിട്ട് കുട്ടികൾക്ക് പോകാൻ സൗകര്യത്തിന് ഏകദേശം എല്ലാം ഒരു 4,000-ഓളം കുട്ടികൾക്ക് നിസ്കരിക്കാൻ. 3 പള്ളിയിലും ജുമാ ഉണ്ടോ? 3 പള്ളിയിലും ജുമാ ഉണ്ട്. കാരണം 3 പള്ളിയും ഫുള്ളായിരിക്കും. സുബൈനൊക്കെ പുറത്തായിരിക്കും കുട്ടികളുണ്ടാകുക. അപ്പോൾ നമ്മളെ തൊട്ടടുത്തുള്ള മസ്ജിദ് ഇബ്രാഹിമാണ്. മസ്ജിദ് ഇബ്രാഹിമിൻ്റെ പുറത്തായിരിക്കും 3,000-4,000 വിദ്യാർത്ഥികൾ. കാരണം സുബൈൻ്റെ സമയത്ത് എല്ലാവരും അവിടെ ഉണ്ടാവും. അല്ലാത്ത സമയങ്ങളിലൊക്കെ ചിലപ്പോൾ ക്ലാസ്സിനനുസരിച്ചായിരിക്കും വേറെ പള്ളികളിൽ നിന്ന്, അല്ലെങ്കിൽ മുസല്ലകളിൽ നിന്ന്, അല്ലെങ്കിൽ ചിലപ്പോൾ ഹറമിലായിരിക്കും കുട്ടികളുണ്ടാകുക. പക്ഷേ സുബൈക്ക് എല്ലാവരും ഏകദേശം അവിടെ ഉണ്ടാവുമല്ലോ. ഈ ഹറമിലാന്ന് പറഞ്ഞപ്പോൾ ചോദിക്കുക, ക്ലാസ് ടൈം എപ്പോഴാണ്? പിന്നെ ഹറമിൽ പോകാനുള്ള അവസരത്തെ പറ്റി മദീന യൂണിവേഴ്സിറ്റിയിലെ വിദ്യാർത്ഥികൾ അധികം ആൾക്കാരും പറയലുണ്ട്. അതായത് പിന്നെ ജാമിയ ഇസ്ലാമിൻ്റെ ഒരു നമ്മളെ സുഖം എന്ന് വെച്ചാൽ നമ്മുടെ ടൈം ടേബിൾ ഇപ്പോൾ നമ്മൾ ഇൻഷാല്ലാ 17-ാം തീയതി പോകും. ഏകദേശം 16-ാം തീയതിയോട് നമ്മൾ ടൈം ടേബിൾ ഇറങ്ങും. ടൈം ടേബിൾ ഇറങ്ങിക്കഴിഞ്ഞാൽ ഒരു 3 ദിവസം നമ്മൾക്ക് എന്നെ എഡിറ്റ് ചെയ്യാൻ ഓപ്ഷൻ ഉണ്ട്. നമ്മുടെ ടൈം ടേബിൾ നമ്മളാണ് സെറ്റ് ചെയ്യുക. ഒരു ടൈം ടേബിൾ നമ്മൾക്ക് ഇറങ്ങും. അത് കഴിഞ്ഞാൽ നമ്മുടെ സമയം നമ്മളെ ഷെയ്ഖന്മാരൊക്കെ നമ്മളാണ് തീരുമാനിക്കുക. അപ്പോൾ രാവിലെ 8 മണി മുതൽ 1 മണി വരെ ഷെഡ്യൂളുണ്ട്. പിന്നെ 2 മണി മുതൽ 5 മണി വരെ ഷെഡ്യൂളുണ്ട്. പിന്നെ രാത്രി 9 മണി വരെ ഷെഡ്യൂളുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ നമ്മൾക്ക് എന്ത് ചെയ്യുക, നമ്മളെ സമയം നമുക്ക് സെലക്ട് ചെയ്യുക, നമ്മളെ ഡേ നമുക്ക് സെലക്ട് ചെയ്യുക. ഒരു മിനിമം ടൈമും മാക്സിമം ടൈമും നമുക്ക് എന്തുണ്ട്, പിന്നെ ഇതിലുണ്ടാവും, ടൈം ടേബിളുണ്ടാവും ഒരു സെമ്മിലേക്ക്. അപ്പോൾ സ്വാഭാവികമായിട്ടും നമുക്കിപ്പോൾ ഈ കുറച്ച് ഷെഡ്യൂൾ ടൈറ്റാണെന്ന് തോന്നിയാൽ നമുക്ക് വേണമെങ്കിൽ 2 വിഷയം എന്ത് ചെയ്യുക, ഒഴിവാക്കിയിട്ട് അത് ആ റൊട്ടീൻ തീർന്നതിൻ്റെ മുമ്പേ നമ്മൾ തീർക്കണം. അപ്പോൾ അതുകൊണ്ട് തന്നെ ചിലപ്പോൾ 2 ദിവസം കൊണ്ട് 3 ദിവസം കൊണ്ട് മൊത്തം വിഷയം തീർത്തിട്ട് ഫുള്ള് ഹറമിലിരിക്കണ ലൈബ്രറിയിലിരിക്കുന്ന കുട്ടികളൊക്കെ ഉണ്ട്. ഒരു 2 ദിവസം കൊണ്ട് തീർക്കും. പിന്നെ ബാക്കി ഫുള്ള് ലൈബ്രറിക്ക് ഓരോരുത്തർക്കും ഓരോ രൂപത്തിലാണ് അവരുടെ പഠനത്തിന് ഇൻട്രസ്റ്റ് ഉണ്ടാകുക, താല്പര്യം ഉണ്ടാകുക. അപ്പോൾ സ്വാഭാവികമായിട്ടും അസറിന് ശേഷമാണ് ഹറമിലെ ദർസുകൾ ഉണ്ടാകുക. വലിയ കിബാറുകളായിട്ടുള്ള വലിയ പണ്ഡിതന്മാരൊക്കെ ആണ് ഹറമിൽ ഉള്ളത്. അപ്പോൾ സ്വാഭാവികമായിട്ടും അസർ മുതൽ ഇഷാൻ്റെ ശേഷം വരെയുള്ള ക്ലാസ്സുകളാണ് അവരുണ്ടാകുക. അപ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ടും നമ്മുടെ ക്ലാസ്സുകളൊക്കെ സെറ്റ് ചെയ്യുക ഏകദേശം ഉച്ചയോടുകൂടെ തീരുന്ന രൂപത്തിൽ. ഹറമിലേക്ക് പോകുന്ന ആളുകൾ അങ്ങനെയാണ് അധികം സെറ്റ് ചെയ്യുക ക്ലാസ്സുകൾ. സ്ഥിരമായിട്ട് പിന്നെ ഹറമിൽ പോകുമ്പോൾ ഒഴിവാക്കാത്ത ക്ലാസ് 100 ഏതൊക്കെ ക്ലാസ്സിലാണ്, ഏതൊക്കെ ഷെയ്ഖ്മാരുടെ ക്ലാസ്സിലാണ് ഹറമിൽ പങ്കെടുക്കുന്നത്? ഹറമിൽ നമ്മൾ സുലൈമാൻ റഹേലിൻ്റെ ദർസിൽ ദലീൽ ത്വാലിബാണ് എടുത്തുകൊണ്ടിരിക്കുന്നത്. ഷെയ്ഖ് കിതാബ് ഏകദേശം നിക്കാഹ് ഇപ്പോൾ ഏകദേശം തീർന്ന് 8 വർഷമായിട്ട് ഷെയ്ഖ് ഒരു കിതാബിനെ എടുത്തുകൊണ്ടിരിക്കുകയാണ്. 8 വർഷമായിട്ട് അതിൽ വിദ്യാർത്ഥികളൊക്കെ എങ്ങനെ കുറേ ആളുകൾ ഉണ്ട്. ഓരോരുത്തർക്കും ഇപ്പോൾ ഞാനൊരു സ്പെഷ്യലൈസേഷൻ ഏത് ഫിഖാണ്. അപ്പോൾ ഫിഖിൽ അവിടെ നിന്ന് ഹറമിൻ്റെ ഉള്ളിലെ മദീനയിൽ അറിയപ്പെട്ട ഷെയ്ഖാണല്ലോ സുലൈമാൻ റഹേലി. അപ്പോൾ സ്വാഭാവികമായിട്ടും അങ്ങനെ ഓരോരുത്തരുടെ താല്പര്യത്തിനനുസരിച്ചാണ് ഉണ്ടാകുക. ഏകദേശം 10-30ഓളം ഷെയ്ഖന്മാർ, ലോകത്ത് അറിയപ്പെട്ട ഷെയ്ഖന്മാർ ഹറമിൻ്റെ ഉള്ളിൽ ദർസ് എടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ നമ്മളടുത്തേക്ക് ഒരിക്കൽ ഷെയ്ഖ് അബ്ദുൾ റസാഖ് അൽ ബദറിൻ്റെ ദർസിലാണ്, മഗ്രിബിക്ക് ശേഷമുള്ള ദർസ്. ഷെയ്ഖിന് സുബഹിൻ്റെ ദേശവും ദർസുണ്ട് അവിടെ, റിയാദ് സ്വാലിഹീൻ. ഷെയ്ഖ് പിന്നെ വെച്ചാൽ പെട്ടെന്ന് 2 മാസം 4 മാസം 5 മാസം കൊണ്ട് ഒരു കിതാബുകൾ തീർത്തു പോകും. പിന്നെ മദീനൻ്റെ മുഫ്തി ഷെയ്ഖ് സുഹൈമിൻ്റെ ദർസുകളുണ്ട് അവിടെ ഉണ്ട്. അതേപോലെ തന്നെ അലി തുവേജിൻ്റെ ദർസുണ്ട്, ഷെയ്ഖ് അബ്ദുൽ ലത്തീഫ് ഷാമാനിൻ്റെ ദർസുണ്ട്. അങ്ങനത്തെ പിന്നെ മദീനൻ്റെ പുറത്ത് ഉള്ള പള്ളികളുണ്ട്. ഇപ്പോൾ നമ്മളെ ജാമ്യൻ്റെ തൊട്ടടുത്തുള്ള പള്ളികളിൽ ഷെയ്ഖ് സാലിഹ് സിന്ദി അഖീദയിൽ, അതേപോലെ തന്നെ ഇബ്രാഹിം റഹൈലി, ഇവരൊക്കെ ദർസുകളിൽ ഇരിക്കാനുള്ള അൽഹംദുലില്ലാഹ് നമ്മൾ ഒരുപാട് കാലം സ്വപ്നം കണ്ട് ഇങ്ങനെ എന്താ പറയുക
ലാപ്പ് കുറച്ച് നേരം കിട്ടിയാൽ അതിലിങ്ങനെ മദീന യൂണിവേഴ്സിറ്റിൻ്റെ സൈറ്റിൽ കയറി വെക്കും. അവിടെ എന്തിലായിട്ടുണ്ടോ അത്? അല്ല, ഒരുപാട് കാലത്ത് ആഗ്രഹമായിരുന്നു അൽഹംദുലില്ലാ. പിന്നെ പുറത്തുനിന്നുള്ള ഷേഖന്മാർ വരും, അവിടുത്തെ കിബാർ ഉലമാക്കളായിട്ടുള്ള ഹൈഅത്തിലുള്ള ഷേഖന്മാർ ഒക്കെ വരും. അതേപോലെ തന്നെ ഇപ്പോൾ സാമി സുഖീറിനെ പോലുള്ള, അതേപോലെ തന്നെ ഷെയ്ഖ് അബ്ദുസ്സലാം ഷുഹൈറിനെ പോലുള്ള, ഷെയ്ഖ് ഖാലിദ് മുഷൈഖിനെ പോലുള്ള അവരുടെ ലിഖാ ഷെഹരി ഉണ്ടാവും. അൽഹംദുലില്ലാ. മുഹദറ ഷെഹരിയ അല്ലേ അവിടുത്തെ ഒരു ഭാഷ പറഞ്ഞാൽ? ഉസ്താദുമാരുടെ പേര് കേൾക്കുമ്പോഴേ ഒരു ഒരു കുളിർമ. നമ്മളെ ഏറ്റവും വലിയ സന്തോഷം എന്ന് വെച്ചാൽ നമ്മൾ ഭയങ്കര ആഗ്രഹമായിരുന്നു ഷെയ്ഖ് അബ്ദുൾ റസാഖ്, ഷെയ്ഖ് അബ്ദുൽ മുഹ്സിൻ അബ്ബാദ് അൽ ബദർ, ഷെയ്ഖ് അബ്ദുൾ റസാഖിൻ്റെ ഉപ്പ ഹഫിളഹുല്ലാ. ഇന്ന് സൗദിയിലെ ഷെയ്ഖ് ഫൗസാനെ പോലെ, സോലി ഫൗസാനെ പോലെ, ഷെയ്ഖ് ആലി ഷെയ്ഖിനെ പോലെ എണ്ണപ്പെട്ട ആളുകളിൽ പെട്ട ഒരാളാണ്. ഇന്നലെ നമ്മുടെ ദായി മീറ്റിൽ പിന്നെ ബഹുമാനായ പറപ്പുരസ്താദ് ഒരു വാചകം പറഞ്ഞു. അപ്പം സത്യം പറഞ്ഞത് പറഞ്ഞപ്പോൾ ഓർമ്മ വന്നത്, വാപ്പാനെയും മകനും എനിക്ക് കാണാനും അവരോട് സംസാരിക്കാനും അവരുടെ കൂടെ ഇരിക്കാനൊക്കെ സമയം കിട്ടുന്നത് രണ്ട് ഷേഖ്മാരുടെ കൂടെ ഒരു വലിയൊരു ഭാഗ്യം തന്നെയാണത്. ഈ പറഞ്ഞ ആളുകൾ ഇപ്പം നിങ്ങൾ കുറേ ഷേഖ്മാരുണ്ടല്ലോ, ഇപ്പം നിങ്ങളെ പഠിപ്പിക്കുന്ന ആൾക്കാരൊക്കെ ഈ ഇവരൊക്കെ ഹറമിലുള്ള ഷേഖന്മാരാണ്. അതെ, നമ്മളെ പഠിപ്പിക്കുന്നത് എന്ന് പറഞ്ഞാൽ എന്താ പറയുക, അത് ജാമ്യയിലെ സ്ഥിരം സ്റ്റാഫുകളായിരിക്കുമല്ലോ. പക്ഷെ അവരെന്താ വെച്ചാൽ ഇവരൊന്നും ഉള്ളതുകൊണ്ട് പൊതുവേ ചിലപ്പോൾ എന്ത് ചെയ്യില്ല, എല്ലാവരും ഭയങ്കര വലിയ കിബാറുകളിലോടത്ത് അവർ ഭയങ്കര പുറത്തേക്ക് അത്രത്തോളം എന്ത് ചെയ്തില്ല അറിയപ്പെട്ട. അവർ മദീനയിലും ദർശനമൊന്നും ഉണ്ടാവില്ല എന്നേ ഉള്ളൂ. പക്ഷേ മദീന ദർസുകൾ ഉണ്ടാവും, പക്ഷേ എന്താണെന്ന് വെച്ചാൽ നമ്മളൊക്കെ അധികം ഒരിക്കലും ഇവരെ ദർസിലാണ്. അങ്ങനെ ഇവരെ പോലത്തെ ദർസ് എന്തില്ല, അങ്ങനത്തെ ഷെയ്ഖ്മാരുണ്ട്. ഇപ്പോൾ സുലൈമാൻ റൊഹാലി ജാമ്യ ഇസ്ലാമിയിലുണ്ട്, എനിക്കില്ലാന്ന് ഞാൻ പറഞ്ഞത്. ജാമ്യ ഇസ്ലാമിയിലുണ്ട്. ഷെയ്ഖ് അബ്ദുൾ റസാഖ് ജാമ്യ ഇസ്ലാമിയിലുണ്ടായിരുന്നു. അബ്ദുൽ ലത്തീഫ് ഷാമാനി, ഇപ്പോൾ നമുക്ക് ഉസൂൽ ഫിഖ് എടുക്കുന്ന അബ്ദുൽ ലത്തീഫ് ഷാമാനിയാണ്. അബ്ദുൽ ഷാമാനെ പറഞ്ഞല്ലോ, ഹറമിലുണ്ട്. നമുക്ക് ഉസൂൽ ഫിഖ് എടുക്കുന്ന അബ്ദുൽ ലത്തീഫ് ഷാമാനിയാണ്. നൂറ് ചില സമയത്തെ ചില വീഡിയോ അയച്ചു തരും, പിന്നെ ഇതൊന്ന് കേൾക്കണം, ഏതെങ്കിലും ഷെയ്ഖ്മാരെ ക്ലാസ് ആയിരിക്കും, ചിലപ്പം ഒന്ന് കേട്ട ക്ലാസ് എന്ത് ചെയ്യും എനിക്ക് അയച്ചു തരാറുണ്ട്. അപ്പോൾ ഞാനിങ്ങനെ ആലോചിക്കുന്നൊരു വിഷയം എന്താ വെച്ചാൽ, ഇപ്പം നമ്മളവിടെ പഠിക്കണം എന്ന് ആഗ്രഹിക്കുന്ന കുറേ ആൾക്കാരുണ്ടാവും, സ്വാഭാവികമായിട്ട് നല്ല ആഴത്തിലൊക്കെ പഠിക്കണം എന്ന് ആഗ്രഹിക്കുന്നത്. അപ്പോൾ ഈ ശ്രോതാക്കളുടെ കൂട്ടത്തിലും ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അപ്പോൾ അവർക്ക് എന്താണ് ഒരു വഴി, എന്താ ഒരു അല്ല, ഇപ്പോൾ അറബിയൊക്കെ അറിയുന്ന ആൾക്കാർ കുറേ ഉണ്ടാവും. അറബി അറിയുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം വളരെ സുഖമാണ്. കാരണം എന്താ വെച്ചാൽ ഇപ്പോൾ ഷെയ്ഖ് അബ്ദുൾ റസാഖ് ബദറിൻ്റെ രാവിലത്തെ ദർസിന് അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ വൈകുന്നേരത്തെ ദർസിൻ്റെ അവിടെ തന്നെ ഏകദേശം 2000-3000 ആളുകൾ ഇരിക്കുന്നുണ്ടാവും. പക്ഷേ നിങ്ങൾ യൂട്യൂബിൽ പിന്നെ ഓൺലൈനിൽ കയറിയാൽ നമുക്കിപ്പോൾ ഏതൊരു കൂട്ടായ്മയാണെന്നുണ്ടെങ്കിലും ഒരു ഓൺലൈനിലേക്ക് ആളുകൾ കയറി വരണമെങ്കിൽ ഇതുണ്ടല്ലോ. അദ്ദേഹത്തിൻ്റെ ക്ലാസ് തുടങ്ങുമ്പോൾ തന്നെ ഓൺലൈനിൽ ഇങ്ങനെ 5000, 6000, 7000, 8000 പറഞ്ഞിട്ട് എത്തിയിട്ടുണ്ടാവും. രാവിലത്തെ റിയാൽ സോലിൻ്റെ ദർസ് കേൾക്കാൻ. അതൊക്കെ അതിൻ്റെ കമൻറ്റ് കണ്ടറിയാം. ഷെയ്ഖ് അനഹബുഖാന മിൻ ജായിർ, ഷെയ്ഖ് അബ്ബുഖാന മിൻ ഫിലിസ്തീൻ, അനഹബുഖാന മിൻ എന്നിട്ട് സീൻ എന്നിട്ട് ഇങ്ങനെ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഷെയ്ഖിനെ കേട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്കും കേൾക്കാം. അവിടുത്തെ ടൈമും ഇവിടുത്തെ ടൈമും നമുക്ക് ഇവിടെ കേൾക്കാൻ പറ്റും. ശരിക്കും ഒന്ന് പ്ലാൻ ചെയ്താൽ മതി, നമുക്ക് അവർ കേൾക്കാം. അതേപോലെ തന്നെ അവരുടെ ചാനലുകളുണ്ട്. ആ ചാനലുകളിൽ ദർസും വരും, ദർസ് കഴിഞ്ഞാൽ അതിൻ്റെ ടെക്സ്റ്റ് ആയിട്ടും വരും. അപ്പോൾ ഇവിടെ പിറ്റേ ദിവസം കേൾക്കണമെന്ന് വെച്ചാൽ നമുക്ക് ക്ലാസ് കേൾക്കുന്നതോടൊപ്പം തന്നെ അത് വായിക്കുകയും ചെയ്യാം. അവരുടെ ദർസുകൾ എന്ന് പറഞ്ഞാൽ അത് അങ്ങനെ കിതാബായിട്ട് ഇറങ്ങുകയാണ്. ഖത്തീബ്മാരൊക്കെ ശരിക്കും അത് ഉപയോഗപ്പെടുത്തും. മാത്രമല്ല എന്താ പറയുക, ഓരോ കിതാബുകളും ഇങ്ങനെ തുടർച്ചയായിട്ട് പോവുകയാണല്ലോ. ഷെയ്ഖ് ഇപ്പോൾ ഉംദത്തുൽ ഫിഖ് എടുക്കുകയാണെങ്കിൽ 4 മാസം, ഇപ്പോൾ ഷെയ്ഖ് അബ്ദുൾ റസാഖ് നമുക്ക് 4 മാസം കൊണ്ടാണ് ഉംദത്തുൽ അഹ്കാം എടുത്ത് തീർത്തത്. ഷെയ്ഖ് ഖാലിദ് മുഷൈഖ് ഇപ്പോൾ ഉംദത്തുൽ ഫിഖ് ഇൻഷാ അല്ലാഹ് 2 മാസം കൊണ്ട് തീരും. ഇതൊക്കെ മബാദി ആയിട്ടുള്ള തുടക്കക്കാർക്കുള്ള കിതാബുകളാണ്, ശരിക്കും നമ്മൾ കഴിഞ്ഞതാണ്. അപ്പോൾ അതൊക്കെ നമ്മളെ താഴിമാർക്ക് എന്ത് ചെയ്യുക, നന്നായിട്ട് ഉപയോഗപ്പെടുത്തുക. ഈ കൂട്ടത്തിലൊരു കാര്യം, ഈ അറബിയിലുള്ള ദർസുകളാണല്ലോ കൂടുതലുള്ളത്. അപ്പം അറബി തീരെ അറിയാത്ത ആളുകൾ, നമ്മുടെ ശ്രോതാക്കളിലെ കുറേ ആളുകൾ അറബി പഠിക്കാത്ത ആളുകളുണ്ടാവും. ഈ ഷെയ്ഖുമാരെടുക്കുന്ന ക്ലാസ്സുകളിൽ പലതും, പല കിതാബുകളും നമ്മുടെ പണ്ഡിതന്മാർ മലയാളത്തിൽ പല ദർസുകളും നടത്തിപ്പോയിട്ടുണ്ട്. എന്തായാലും അറബിയിൽ കേൾക്കുന്ന ദർസിനും അത്ര വലിയ പാണ്ഡിത്യത്തിനും ഒക്കെയുള്ള മഹത്വമുണ്ട്. പക്ഷേ സാധാരണക്കാരായ ആളുകൾ ഇതെനിക്ക് കേൾക്കാൻ കഴിയണില്ലല്ലോ, എനിക്കത് പഠിക്കാൻ കഴിയണില്ലോ എന്നുള്ള നിരാശപ്പെടുകയോ അല്ലെങ്കിൽ എനിക്കതിനുള്ള അവസരമില്ല എന്ന് ചിന്തിക്കേണ്ട ആവശ്യമില്ല. വർഷങ്ങൾക്ക് മുമ്പ് നൂറും ഞാനൊക്കെ കൂടിയിട്ടാണ് നമ്മൾ അങ്ങനെ ഒരു വിഷയം പ്രിപ്പയർ ചെയ്തത്. അന്ന് തന്നെ എത്രയോ ദർസുകൾ നമുക്കുണ്ടായിരുന്നു. ഇനിയിപ്പോൾ നമ്മൾ അത്തരം ദർസുകൾ ക്രോഡീകരിച്ച് പുതിയ സംവിധാനത്തിലേക്ക് അത്ഭുതപ്പെട്ട് നിൽക്കുന്ന കുറേ മേഖലകളുണ്ട്. മാത്രമല്ല ഇപ്പോൾ നമ്മളിപ്പോൾ അവരുടെയൊക്കെ കീഴിൽ പഠിച്ച ആളുകൾ, നമ്മുടെ പിന്നെ അബ്ദുൽ ജബ്ബാർ മദീനി ഹഫിളഹുല്ലാ, അദ്ദേഹം ഷെയ്ഖ് യാസിർ മൗലവി മാഷാ അല്ലാഹ്, അദ്ദേഹം ഇപ്പോൾ ത്വായിഫ് യൂണിവേഴ്സിറ്റിയിലെ പ്രൊഫസറാണ്. മക്കയിൽ പഠിച്ച് ഉമ്മൽ ഖുറയിൽ പഠിച്ച് മദീനയിൽ PhD കഴിഞ്ഞിപ്പോൾ യൂണിവേഴ്സിറ്റിയിലായിരുന്നു അദ്ദേഹം അധ്യാപകനായിരുന്നത്. അപ്പോൾ അവരൊക്കെ എടുത്ത ദർസുകൾ ഇപ്പോൾ എല്ലാതും കിതാബ് തൗഹീദ് ആണെങ്കിലും ഖവായിദ് അർബഅ ആണെങ്കിലും ഉസൂലുൽ സലാസ ആണെന്നുണ്ടെങ്കിലും അഖീദത്തുൽ വാസിത്തി, അഖീദ് ത്വഹാവിയും ഹായിയയും നൂനിയയും അടക്കമുള്ള പിന്നെ അൽഫിയ വരെ എടുത്തിട്ടുണ്ട്. 2 ഷെയ്ഖന്മാരതും നമ്മൾക്ക്. അതേപോലെ തന്നെ അവരുടെ ഖുർആൻ്റെ തഫ്സീറുകൾ,
അതൊക്കെ എന്ന് വെച്ചാൽ അവൈലബിൾ ആണ്, യൂട്യൂബിൽ അവൈലബിൾ ആണ്. പക്ഷേ നമ്മളെ ആളുകൾക്ക് പലപ്പോഴും അത് അറിയാത്തതിൻ്റെ ഒരു പ്രശ്നം. ഈ ഞാൻ പിന്നെ അറിയുന്നില്ല എന്ന് മാത്രമല്ല, ഇതൊന്നും ഇല്ല, മലയാളത്തിൽ അവൈലബിൾ അല്ല എന്ന് വിചാരിക്കുകയും അങ്ങനെ തന്നെ പ്രചാരണം നടത്തുന്ന ആളുകളുടെ വലയിൽ പെടുന്ന ആളുകളുണ്ട്. ഒരിക്കലുമില്ല. നമ്മൾ ജസ്റ്റ് ഒന്ന് ഇപ്പോൾ ഈ ആളുകളൊക്കെ പേരൊന്ന് അടിച്ചു നോക്കിയാൽ തന്നെ യൂട്യൂബിൽ സംഗതി എന്താണ് അവൈലബിൾ ആണ്, അൽഹംദുലില്ലാ. പിന്നെ അവരുടെ ഓരോ ഏത് ക്ലാസ് എടുക്കുകയാണെന്നുണ്ടെങ്കിലും അതിൻ്റെ ഒരു ശരിക്കും ഒരു വ്യത്യാസം നമുക്ക് ഫീൽ ചെയ്യും ശരിക്കും. ഇപ്പോൾ അബ്ദുൽ ജബ്ബാർ മദീന, അസ്മാഉൽ ഹുസ്ന എന്നുള്ള ദർസുകളൊക്കെ മാഷാ അല്ലാഹ്, ബുലൂഗുൽ മറാം, അതെ അതെ അതെ, എല്ലാം അൽഹംദുലില്ലാ എല്ലാം വ്യത്യാസമാണ്. സ്ഥിരമായി ഒന്നും കൂടെ നൂറിൻ്റെ ഒരു വിഷയത്തിലേക്ക് വന്നാൽ, ഇപ്പോൾ അവിടെ ജാമിഅ ഇസ്ലാമിൽ പഠിക്കുന്ന കുറേ കുട്ടികളുണ്ട്, ഇപ്പോൾ നമുക്കറിയാവുന്ന കുറേ ആൾക്കാരൊക്കെ ഉണ്ട്. ഇപ്പോൾ ഇവരൊക്കെ പഠിക്കുന്നതിൻ്റെ കൂടെ ഒരു കുടുംബങ്ങൾക്കും കുടുംബമൊക്കെ ഉള്ള ആളാണ്. അപ്പോൾ പ്രയാസം തന്നെയാണ് സ്വാഭാവികമായിട്ട് മക്കളെ കാണാതെ. നൂറിന് 2 മക്കളുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഇത് വല്ലാത്തൊരു സങ്കടമല്ല. പക്ഷേ അവിടെയുള്ള പല കുട്ടികളും എന്തെങ്കിലും കുടുംബത്തെ അവിടേക്ക് കൊണ്ടുവരാൻ പറ്റുന്നുണ്ട്. അപ്പോൾ അങ്ങനത്തെ സൗകര്യങ്ങളൊക്കെ എങ്ങനെയാണ്? അതായത് ജാമിഅ ഇസ്ലാമിയ കിട്ടുക എന്ന് പറഞ്ഞാൽ കിട്ടിക്കഴിഞ്ഞാൽ തൗഫീഖാണ്, കിട്ടൽ തൗഫീഖാണ്. കിട്ടിക്കഴിഞ്ഞാൽ ഒരാൾക്കൊന്നും തടസ്സമല്ല. കാരണം നമുക്ക് നല്ല 3 നേരം കഴിക്കാനുള്ള നല്ല ഹെൽത്തി ഫുഡ്, പിന്നെ നമുക്ക് എങ്ങനെയാണോ ക്ലാസ് കേൾക്കേണ്ടത് അങ്ങനെ നമുക്ക് ക്ലാസ് കേൾക്കാനുള്ള സൗകര്യം, നമുക്ക് ഏത് ശൈഖന്മാരാണോ വേണ്ടത് ആ ശൈഖന്മാരെ നമുക്ക് കിട്ടുകയാണ്. അതേപോലെ തന്നെ നമുക്ക് നല്ല ഹോസ്റ്റൽ സൗകര്യം, പിന്നെ കളിക്കേണ്ട ആളുകൾക്ക് കുറച്ച് കളിക്കണമെന്നുണ്ടെങ്കിൽ അതിന് എല്ലാ വിധത്തിലുള്ള ഒരു ഫുൾ സ്ട്രക്ചർ യൂണിവേഴ്സിറ്റി, ഇത് പറയേണ്ട ആവശ്യമില്ലല്ലോ. പിന്നെ ഇപ്പോൾ എന്താ പറയുക, ഹോസ്പിറ്റൽ ജാമ്യൻ്റെ ഉള്ളിൽ തന്നെ ചികിത്സ ഫുള്ള് നമുക്ക് ഫ്രീ ആണ്. നമ്മളെ കുടുംബം ഉണ്ടെങ്കിൽ അവർക്ക് ഫ്രീ ആണ്. കുടുംബത്തെ കൊണ്ടുവരിക എന്ന് പറഞ്ഞാൽ നമുക്ക് 2 രൂപത്തിൽ കുടുംബത്തെ കൊണ്ടുപോകാം. ഇപ്പോൾ സൗദിൻ്റെ അതുണ്ടല്ലോ, പിന്നെ എന്താ പറയുക, മൾട്ടിപ്പിൾ എൻട്രി വിസയിൽ കൊണ്ടുപോകാം. അതല്ല നമുക്ക് ഇപ്പോൾ സൗദിയിൽ ഇപ്പോൾ ഒരാൾ പോയി നിൽക്കണമെന്നുണ്ടെങ്കിൽ അയാൾക്ക് ലവി കൊടുക്കണം. പക്ഷേ നമ്മൾ കുടുംബത്തെ ജാമ്യ നമുക്ക് വിസ തരും, നമ്മളെ കുടുംബത്തെ കൊണ്ടുവരാൻ. നമ്മളെ എത്ര മക്കളുടെയും ഓലെ കൊണ്ടുവരാൻ വിസ തരും. ആ വിസ തന്നാൽ നമ്മളെ പോലെ തന്നെ നമ്മളെ മക്കൾക്ക് എന്താണ് അവിടെ ലവി ഇല്ലാതെ ഫുൾ ട്രീറ്റ്മെൻറ്റിൽ സൗദിയിലെ അവരുടെ സ്ഥാപനങ്ങളിൽ പഠിക്കാനുള്ള എല്ലാ സൗകര്യവും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. പിന്നെ ജാമ്യ ഇസ്ലാമിയ തന്നെ നമുക്ക് എന്തെന്ന് വെച്ചാൽ റൂം തരും. ഇനി ഇപ്പോൾ ജാമ്യൻ്റെ റൂം ഫുള്ളായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പുറത്ത് ജാമ്യ ഇസ്ലാമിയെ പോലെ അല്ലെങ്കിൽ അവിടുത്തെ ജാമ്യ ത്വയ്ബ പോലുള്ള സ്ഥാപനങ്ങൾ പഠിക്കുന്ന കുട്ടികൾക്ക് നിൽക്കാൻ വേണ്ടിയിട്ട് അവിടുത്തെ വഖഫുകളുണ്ട്. അവിടെ വലിയ നല്ല സമ്പന്നരായ നല്ല ദീനിനോട് താല്പര്യമുള്ള മനുഷ്യന്മാർ ധാരാളം കണക്കിന് കെട്ടിടങ്ങൾ അവിടെ ഉണ്ടാക്കിയിട്ടുണ്ട്. അവർക്ക് എന്ത് ചെയ്യുക, കുറച്ച് നേരത്തെ അപേക്ഷിച്ചാൽ അതിൻ്റെ ഓർഡറിനനുസരിച്ച് ഒഴി വരുമ്പോൾ നമുക്ക് എന്ത് ചെയ്യും, അങ്ങനെ നമ്മൾ ഏകദേശം ഇവിടെ ഉള്ള മലയാളി ധാരാളം, എനിക്ക് തോന്നുന്നത് ഇപ്പോൾ ഒരുപാട് മലയാളി വിദ്യാർത്ഥികൾ, അതായത് ഒരു ഭൂരിഭാഗം ആളുകളുടെ ആളുകൾ കുടുംബസമേതമാണ് നിൽക്കുന്നത്. അവരൊക്കെ ഇങ്ങനത്തെ വഖഫുകളിലാണ് എന്ത് ചെയ്യണത്, റേഷൻ കിട്ടും എന്ന് പറഞ്ഞു. റേഷൻ കിട്ടും അവിടെ. അതായത് തവരീങ്ങളായിട്ടുള്ള ധാരാളം മനുഷ്യന്മാരുണ്ട്. അതായത് മദീനക്കാരുടെ പ്രത്യേകത അറിയാലോ, അറബികളുടെ പ്രത്യേകത, മദീനക്കാരുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അവർ ഭയങ്കരമായി ഇങ്ങനെ കൊടുക്കുന്ന ആളുകളാണല്ലോ. അപ്പോൾ ദീനായിട്ട് പഠിക്കുന്ന ആളുകൾക്ക് അൻസാറുകളാണ്. അപ്പോൾ അവർക്ക് അതിൻ്റെ ഒന്നും ഒരു ടെൻഷനും എന്ത് ചെയ്യില്ല, അങ്ങനത്തെ അനുഭവിക്കേണ്ട ആവശ്യം ഇല്ല. അവിടെ കുടുംബസമേതം നിൽക്കുക, ഒരു കുഴപ്പമില്ല. പ്രതീക്ഷയുണ്ട് ബാസിലക്ക്. വ്യത്യസ്ത രാജ്യങ്ങളിൽ നിന്നുള്ള ആളുകൾ അവിടെ ഉണ്ട്. അപ്പോൾ ഓരോ രാജ്യത്തിനും ഉണ്ടാവുന്ന പ്രശ്നങ്ങൾ അത് അവിടെ ശരിക്ക് ചർച്ചകളിൽ വരുമല്ലോ. ഇന്ത്യയിൽ ഉണ്ടായ ഒരു പ്രശ്നം അവിടെ ചർച്ചയിൽ വരും, ഫലസ്തീനിലെ പ്രശ്നം ചർച്ചയിൽ വരും. അപ്പോൾ ഞാൻ പിന്നെ എഡിക്കാര് സംസാരിക്കണ്ടല്ലോ, അതന്നെയല്ലേ സംസാരം, നമ്മൾ ചർച്ച. പിന്നെ ഇപ്പോൾ ഞാനിങ്ങോട്ട് പോയിരുന്ന സമയത്ത് നമ്മളെ സുഹൃത്തുണ്ട് ഹസൻ ലഹാം, ഓനെ ടിക്കറ്റ് നമുക്ക് ഇറങ്ങുന്ന സമയത്ത് 1 മാസം മുമ്പ് ടിക്കറ്റ് ഇറങ്ങും. അപ്പോൾ നമ്മളെ ആവേശമാണല്ലോ, നമ്മൾ ടിക്കറ്റ് നമ്മൾ തന്നെയാണ് എടുക്കുക. ടിക്കറ്റ് എടുത്തവനെ അറിയാതെ അവനോട് ചോദിച്ചു, നമ്മളിങ്ങനെ എനിക്ക് കിട്ടിയോ എന്ന് വെച്ചിട്ട് ഫലസ്തീനിയാണ് അവന്. അപ്പോൾ എനിക്കൊരു ഫോട്ടോ കാണിച്ചു തന്ന് ഭയങ്കര ഇങ്ങനെ വെണ്ണീരായി കിടക്കണ ഒരു പ്രദേശം, അതിൻ്റെ ഒരു ഫ്ലാറ്റിൽ 4ാമത്തെ 5ാമത്തെ നില ഇവിടെ ആയിരുന്നു നിൻ്റെ വീട് പറഞ്ഞു. ഒന്നുമില്ല. അവനൊരു ദിവസം ഇങ്ങനെ പിന്നെ ഭയങ്കര ഡിപ്രഷനായിട്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെയാണ് അവനെ പരിചയപ്പെടുന്നത് ഫസ്റ്റ്. അപ്പോൾ അങ്ങനെ ഒരാൾ അന്തം വിട്ട് ഇങ്ങനെ ഒരു പരിഭ്രാന്തമായിട്ട് നിൽക്കുമ്പോൾ നമ്മൾ ചെന്ന് ചോദിക്കുമല്ലോ, പരിചയപ്പെടുമ്പോൾ ഫലസ്തീനാണ്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ പിന്നെ ഓന് അവിടെ ഭയങ്കര രൂക്ഷമായി നിൽക്കുന്ന സമയമാണ്. അപ്പോൾ ഓന് ലാസ്റ്റ് വ്യൂ ഉണ്ടല്ലോ വാട്സപ്പിലുള്ള ലാസ്റ്റ് വ്യൂ നോക്കിയിട്ടാണ് അവൻ്റെ വിലയിരുത്തുന്നത്. അപ്പോൾ കുറച്ച് ദിവസം 2-3 ദിവസം അവർ നെറ്റ് കട്ടാക്കി. അപ്പോൾ പറയുന്നത് വെച്ചാൽ ഇപ്പോൾ ലാസ്റ്റ് വ്യൂ കാണാത്തതുകൊണ്ട് എന്തില്ല, അപ്ഡേറ്റ് ഇല്ല. ഉമ്മ ഇപ്പം കുടുംബം ഇപ്പോൾ ജീവിച്ചിരിക്കുന്നുണ്ടോ ഇല്ലേ എന്നുള്ള അവസ്ഥ അല്ല. ഭയങ്കര വിഷമായി പോയ ഭയങ്കര മാഷാ അല്ലാഹ്. എന്തായാലും അള്ളാഹു ആ നാടിനും നാട്ടിലെ ആളുകൾക്കൊക്കെ എല്ലാ പിന്നെ സമാധാനം സന്തോഷം നമ്മൾ പ്രാർത്ഥിക്കണം. ഈ ഇന്ത്യയെക്കുറിച്ച് അവരുടെ ഒരു നോക്കിക്കാണലും ഒക്കെ എന്തായിരിക്കും? ഇപ്പോൾ പ്രത്യേകിച്ച് ഭരണം മാറ്റം, അതേപോലെ ഇലക്ഷൻ,
ഇന്ത്യയിലെ പ്രശ്നങ്ങളും മറ്റൊക്കെ അവർ കേൾക്കുന്ന സമയത്ത് മറ്റു രാജ്യക്കാരായ ആളുകൾ, ഇപ്പോൾ വിദ്യാർത്ഥികൾ സഹപ്രവർത്തകർ അവർ വെച്ചാൽ ഒന്നാമത് ഇന്ത്യനെക്കുറിച്ച് ഭയങ്കര അഭിപ്രായമാണ് ചരിത്രം അറിയുന്ന ആളുകൾക്കുള്ളത് ഉണ്ടായിരുന്നത്. അതായത് ഇപ്പോൾ ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്ത് ഇവിടെയുള്ള കോൺസ്റ്റിറ്റ്യൂഷൻ, ഇവിടുത്തെ ഭരണഘടന ഇവിടുത്തെ മുസ്ലിങ്ങൾക്കും മതങ്ങൾക്കും നൽകുന്ന സ്വാതന്ത്ര്യത്തെക്കുറിച്ചും ഒക്കെയുള്ള അങ്ങനത്തെ കാഴ്ചപ്പാടുകൾ, അതേപോലെ തന്നെ ഇന്ത്യയിലെ ഇസ്ലാമിക സ്ഥാപനങ്ങൾ, മുസ്ലിം പണ്ഡിതന്മാർ, ഇപ്പം ലോകത്ത് അറിയപ്പെട്ട പണ്ഡിതന്മാരിൽ ഇന്ത്യൻ പണ്ഡിതന്മാരുണ്ടല്ലോ, അപ്പോൾ ആ അർത്ഥത്തിൽ അതേപോലെ തന്നെ അങ്ങനത്തെ ഇവിടെ വന്ന ഭരണകൂടങ്ങൾ, ഇവിടുത്തെ പല നേതാക്കന്മാർ, അവരെക്കുറിച്ച് ഭയങ്കര അഭിപ്രായമാണ് ഇന്ത്യനെക്കുറിച്ച്. അതിൻ്റെ ഒരു ഇസ്ലാമിക് സൈഡിൽ വെച്ച് തന്നെ നല്ല ഭയങ്കര അഭിപ്രായമാണ്. അതോടൊപ്പം തന്നെ ഇപ്പം ഉണ്ടാകുന്ന ചില പ്രശ്നങ്ങൾ, ഇപ്പോൾ ചിലപ്പോൾ ചില ആളുകൾ, ഇപ്പോൾ ഞാനൊരു ദിവസം ക്ലാസ്സിൽ ചെന്നപ്പോൾ നമ്മളൊരു നൈജീരിയക്കാരനായ ഒരു സുഹൃത്ത്, ഞങ്ങൾ ആദ്യമായിട്ട് ആണ് ഞാനവനെ പരിചയപ്പെടുന്നത്. അപ്പോൾ ഇന്ത്യയിൽ നിന്നാണ് പറഞ്ഞപ്പോൾ കെട്ടിക്കൊണ്ട് പിടിച്ചിട്ട് വന്ന് ഭയങ്കര പ്രാർത്ഥിച്ച് അള്ളാനെ കഴിച്ചിലാക്കട്ടെ എന്ന് പറയുമ്പോൾ ഞാനവിടെ ആകെ കഴിച്ചിലായി ഓടിപ്പെടുത്തിയതാണ് അവൻ്റെ വിചാരം. കാരണം ഓല് ഈ മീഡിയ അങ്ങനെ ഇതാക്കണാണല്ലോ, അവിടെ ഇവിടെ കൊന്നു എന്ന് പറഞ്ഞിട്ടില്ലേ. അപ്പോൾ സ്വാഭാവികമായിട്ടും ഞാൻ അവനോട് അവസ്ഥയും കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തിട്ടില്ല. അങ്ങനെ വിചാരിക്കുന്ന ചില ആളുകളുണ്ട്. ഇപ്പോൾ അതേ സമയത്ത് എൻ്റെ ഷെയ്ഖുണ്ട്, ഒരു ഷെയ്ഖ് അബ്ദുൽ ലത്തീഫ് തുവൈജരി ഷെയ്ഖ്, ഞങ്ങൾക്ക് ദഅവയാണ് എടുക്കുന്നത്, ഇസ്ലാമിക പ്രബോധനത്തിൻ്റെ രീതിശാസ്ത്ര കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ ലോകത്ത് ഷെയ്ഖ് ഓരോ രാജ്യക്കാരെയും അക്കല്ലിയാത്തുകൾ മുസ്ലിം അക്കല്ലിയാത്തുകളെ കുറിച്ച് കൈവെക്കാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ അവരുടെ കൈവെക്കി. അപ്പോൾ അമേരിക്കക്കാരൻ പൊക്കി, സ്വീഡനാരൻ പൊക്കി, അങ്ങനെ ഹിന്ദു എന്ന് പറഞ്ഞു, ഇന്ത്യയിൽ നിന്ന് പറഞ്ഞു, കേരളത്തിൽ അനത്തെ ഇസ്ലാമിയ ഇന്ത്യനെ കുറിച്ച് നമ്മൾക്കറിയാം. നിങ്ങൾക്ക് എന്തെങ്കിലും പ്രയാസങ്ങളുണ്ട്, പക്ഷേ നിങ്ങളെ തരണം ചെയ്യാനും, നിങ്ങൾക്ക് അവിടെ പാർലമെൻറ്റിൽ അംഗങ്ങളില്ലേ, നിങ്ങൾക്ക് മുസ്ലിം മന്ത്രിമാരില്ലേ, നിങ്ങൾക്ക് വേണ്ടി സംസാരിക്കണ അമുസ്ലിങ്ങളായ ആളുകളില്ലേ, അമുസ്ലിങ്ങളല്ലേ നിങ്ങൾക്ക് വേണ്ടിയിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് നിങ്ങളൊന്നും എന്തല്ല നിങ്ങളെ ചുറ്റുഭാഗത്ത് പള്ളികളില്ലേ, അങ്ങനെ പറഞ്ഞിട്ട് പക്ഷേ കുറേ കാര്യങ്ങൾ ക്ലാസ് നിങ്ങൾ ചോദിച്ചാൽ ഒരിക്കലും എന്ത് ചെയ്യരുത്, നമ്മുടെ അനുഗ്രഹത്തെ നമ്മൾ എന്ത് ചെയ്യരുത്. നമ്മുടെ ഭരണഘടന യഥാർത്ഥത്തിൽ ഒരു വലിയ എന്താ പറയുക സംരക്ഷണം തന്നെയാണ്. ഈ ഇതിലൊരു ശ്രോതാവ് ചോദിച്ചിട്ടുണ്ട്, മുഹമ്മദ് മസ്ഹൂദ് എന്ന ശ്രോതാവ് ചോദിച്ചിട്ടുള്ളത്, അറബി അറിയാത്തവർക്ക് അവിടെ കിട്ടില്ലേ ജാമിയ ഇസ്ലാമിയെ? അറബി അറിയാത്തവർക്ക് കിട്ടും. അറബി അറിയാത്തവർക്ക് അവിടെ 2 വർഷം പഠിക്കാൻ മഅഹദുൽ ലുഗത്തിൽ അറബിയ എന്നിട്ട് സ്ഥാപനമുണ്ട്. അവർ കോളേജിലേക്ക് കയറുന്നതിന് മുമ്പ് നേരെ എന്ത് ചെയ്താൽ മതി, അതായത് പിന്നെ നമ്മളെ SSLC സർട്ടിഫിക്കറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ, +2 സർട്ടിഫിക്കറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അപേക്ഷിക്കാം. നമ്മൾ സംസാരത്തിൻ്റെ ആ ഏരിയ വിട്ടുപോയി. +2 അല്ല വേണ്ടത്, SLC മതിയോ? +2 സർട്ടിഫിക്കറ്റ്. +2 സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, അവിടെ അപേക്ഷിച്ച് കഴിഞ്ഞാൽ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ചെല്ലുമ്പോൾ നമുക്ക് ചെന്നതിന് ശേഷമാണ് ഓപ്ഷൻ. നമ്മളെ അവർ എന്ത് ചെയ്യുന്നു വെച്ചാൽ ചെറിയൊരു ഇൻ്റർവ്യൂ നടത്തിയിട്ട് നമ്മളെ വളരെ പൂർ ലാംഗ്വേജ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഭാഷ പഠിക്കാൻ 2 വർഷം ഭാഷ പഠിച്ചിട്ട് 4 സെമ്മിൽ 2 വർഷം ഭാഷ പഠിച്ചിട്ട് നമ്മൾ കോളേജിലേക്ക് ഇരിക്കുക. ഇനി കുറച്ചൊക്കെ അറബി അറിയുന്ന ആളാണെന്നുണ്ടെങ്കിലും എനിക്കൊന്ന് നന്നാക്കണം എന്നുള്ളൊരു താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ പറഞ്ഞാൽ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, 4 സെം പഠിക്കേണ്ട ആവശ്യമില്ല, എനിക്ക് 2 സെം പഠിക്കണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ സംസാരിച്ചാൽ അവരെന്ത് ചെയ്യുന്നു വെച്ചാൽ നമുക്ക് അതിനുള്ള ഒരു ഓപ്ഷൻ അവിടെ തരും. നമ്മൾ പല ആളുകൾ തിരഞ്ഞെടുത്തിട്ടുണ്ട്. ചില ആൾക്കാർ നല്ല അറിയുന്ന ആൾക്കാർ എന്ത് ചെയ്യുന്നു വെച്ചാൽ കൂടുതൽ ഭാഷയിൽ ഒന്നും കൂടി പ്രാവീണ്യം നേടി കോളേജിലേക്ക് കയറാൻ വേണ്ടിയിട്ടും അതേപോലെ തന്നെ മദീനയെ നന്നായിട്ട് ഉപയോഗപ്പെടുത്താൻ വേണ്ടിയിട്ടൊക്കെ എന്ത് ചെയ്യണം വെച്ചാൽ അവരത് ചൂസ് ചെയ്യുന്നുണ്ട്. ഈ മദീന നിവാസികൾ പിന്നെ അവരുടെ ഒരു പ്രത്യേകത എന്തായാലും ഇസ്ലാമിക കാലഘട്ടം മുതൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടം മുതൽ അവരുടെ ഒരു സ്നേഹവും വരുന്ന ആളുകളുടെ പരിഗണനയും ഒക്കെ പ്രത്യേകം എടുത്തു പറയേണ്ടത് തന്നെയാണ്. അത്തരത്തിൽ നമ്മുടെ കൂട്ടുകാർക്കിടയിലോ അല്ലെങ്കിൽ നമ്മുടെ പ്രായക്കാർക്കിടയിലോ മദീനയിലെ ഏതെങ്കിലും ആളുകൾക്കിടയിലോ അങ്ങനത്തെ ഒരു എന്താ പറയുക, ആ ഒരു സ്നേഹം അനുഭവിച്ചതിൻ്റെ എന്തെങ്കിലും ഓർമ്മകളുണ്ടോ? ഒന്നാമത് സൗദികൾക്ക് ഉള്ളൊരു പ്രത്യേകത, ഷമീർക്കാർക്കറിയില്ല, ഞങ്ങൾ ഒരുപാട് വർഷം നിന്നാണല്ലോ. പിന്നെ ഇബ്രാഹിമാനോട് 2 വർഷം ഉണ്ടായിരുന്നു. ഓലതൊരു വേറെ തന്നെയാണ് മാഷാ അല്ലാഹ്. പിന്നെ മദീന ഇപ്പോൾ എൻ്റെ സുഹൃത്തുണ്ട്, ഞാൻ അവിടെ ചെന്നൊരു സമയത്ത് നമ്മളൊരു സുഹൃത്തുണ്ട് ഹുസൈന്, ഓന് ഇപ്പോൾ നമ്മളെ വളരെ അടുത്ത സുഹൃത്താണ്. അപ്പോൾ നമ്മൾ ഷിമാ ഉണ്ടല്ലോ, അപ്പോൾ നമ്മൾ തട്ടം അപ്പോൾ ഞാൻ ഭയങ്കര കമ്പനിയാണ്. അപ്പോൾ എന്നോട് ചോദിച്ച് അറിയാൻ വേണ്ടി ചോദിച്ചാണ്, ഇത് എടുക്കുമ്പോൾ നമ്മൾ എങ്ങനത്തെയാണ് എടുക്കേണ്ടത് അതിൻ്റെ ഒരു ഇതിനെക്കുറിച്ച് ചോദിച്ചാണ്. ആ ചോദിച്ചവരോട് ഞാൻ ഇതിൻ്റെ തലയിലിട്ടെന്ന്. അപ്പം നമ്മളൊരു വേണ്ട അറിയില്ല, ഓരോ ആകെ മാറി എന്താണ് നമ്മൾ ഒരു ഇത് തന്നിട്ട് അത് നിങ്ങൾ സ്വീകരിക്കും. പിന്നെ അറബികൾ ഷിമായില്ലാതെ അടറാൻ നമ്മൾ കുപ്പാട് അടക്കണ പോലെയാണ് ഫീൽ ചെയ്യുക. ഓൻ അന്ന് ഫുള്ള് ക്ലാസ്സിൽ തൊപ്പിട്ടാണ് ഇരുന്നത്. ഞാനത് ചോദിച്ചോട് കൂടി, അതായത് നമുക്കൊരു ആവശ്യമുണ്ടെന്ന് മനസ്സിലായി സഹായിക്കണം. ആദ്യം എൻ്റെ എടുത്ത് തന്നിട്ടാണ് പിന്നെ എന്ത് ചെയ്യണത് ഇതിനെപ്പറ്റി പറയണത്. ഭയങ്കര പക്ഷേ അതുപോലെ ഭയങ്കര മദീനക്കാരായ സുഹൃത്തുക്കൾ കുറേ ഉണ്ട്. നമ്മൾ ഈ ഇങ്ങോട്ട് യാത്രക്കിടയിലേ
നൂറുവിൻ്റെ കൂടെ ഇന്ന് ഇരിക്കുകയാണെന്ന് പറഞ്ഞപ്പോൾ ഒരു സംഭവം എന്തോ ഞാനേ പിന്നെ അന്ന് നൂറിനോട് ഒരു സുഹൃത്തിനെ കുറിച്ച് സൂചിപ്പിച്ചല്ലോ, പിന്നെ പോക്കറ്റ് മണി കുറേ കൊടുക്കണ വാപ്പാനെ പറ്റി. വാപ്പ കുറേ പോക്കറ്റ് മണി കൊടുത്ത ഒരാളെ ശ്രോതാക്കളൊന്നും പറയണത് നല്ലതെന്ന് തോന്നുന്നുണ്ട്. അല്ല നമ്മളെ മൂപ്പര് അൽഹസക്കാരനാണ്, അൽഹസനാണ്. പക്ഷെ മൂപ്പർക്ക് മദീനയിൽ ഇതുണ്ട്. അതെ 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 മദീനയിൽ കെട്ടിടങ്ങളുണ്ട്, കാര്യങ്ങളുണ്ട്. ഞാൻ നന്നായിട്ട് എന്ത് ചെയ്യുന്ന വെച്ചാൽ കൊടുക്കുമോ മോന്. എനിക്കതിൽ ഇഷ്ടമായത് എന്താ വെച്ചാൽ ഒരു വാപ്പ മകൻ എന്ത് ചെയ്തു, അവൻ്റെ ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് ചില ഹോട്ടലുകൾ അവന് കൊടുത്തത്. പക്ഷെ ആ കുട്ടി അവന് ജാമിയ ഇസ്ലാമിൽ പാവപ്പെട്ട ആൾക്കാർക്ക് ആരാൻ തിരഞ്ഞുപിടിച്ച് ആരും അറിയാതെ വളരെ സ്വകാര്യമായിട്ട്, അപ്പോൾ അത് നൂറ് മനസ്സിലാക്കി എന്നോട് ഇങ്ങനെ പറഞ്ഞതാണ്. അപ്പോൾ മൊത്തത്തിൽ ആ നാട്ടിലുള്ള ആൾക്കാരുടെ ഒരു അവസ്ഥയാണത്. എന്തായാലും വളരെ നല്ലൊരു അനുഭവമായിരുന്നു നമ്മുടെ ഈ ചർച്ച. ഒരു ശ്രോതാവിൻ്റെ ഒരു സംശയം, ഒരു സെലീന വിപി ചോദിക്കുന്നത്, അതുകൂടി പറഞ്ഞിട്ട് നമുക്ക് അവസാനിപ്പിക്കാം. ഇന്നത്തെ സെഷൻ്റെ ടൈം അവസാനിച്ചിട്ടുണ്ട്. മദീന യൂണിവേഴ്സിറ്റിയിൽ സ്ത്രീകൾക്ക് പഠിക്കാൻ അവസരമുണ്ടോ? നമ്മൾ വിട്ടുപോയതാണ്, നല്ല ചോദ്യം. മാഷാ അല്ലാ. മദീന യൂണിവേഴ്സിറ്റിയിൽ ഇല്ല, സ്ത്രീകൾക്ക് പഠിക്കാൻ അവസരമില്ല. പക്ഷെ എന്താണെന്ന് വെച്ചാൽ ഒരു 2 മിനിറ്റ് അനുവദിച്ചിരണം. അതായത് പിന്നെ തൊട്ടപ്പുറത്ത് 2 ഹൈവേകൾ അപ്പുറത്തും ഇപ്പുറത്താണ് ത്വയ്ബ യൂണിവേഴ്സിറ്റി, ജാമിയത്ത് ത്വയ്ബ. അതിലെന്ത് ചെയ്യുന്നുണ്ടെന്ന് വെച്ചാൽ അത് പെൺകുട്ടികൾക്ക് കൂടുതൽ അവസരമുള്ള യൂണിവേഴ്സിറ്റിയാണ് ജാമിയത്ത് ത്വയ്ബ. അപ്പോൾ സ്വാഭാവികമായിട്ട് ജാമിയ ഇസ്ലാമിൽ ഇപ്പോൾ എൻ്റെ സുഹൃത്തുക്കളുണ്ട്, ജാമിയ ഇസ്ലാമിലും പഠിക്കുന്നുണ്ട്, എൻ്റെ വൈഫ് ജാമിയ ത്വയ്ബയിലും പഠിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനെ അതെന്ന് വെച്ചാൽ അവിടെ മെഹ്റമ്യങ്ങളുള്ള, അവിടെ ആരെങ്കിലും കഫാലത്തുള്ള ആളുകളുണ്ടെന്നുണ്ടെങ്കിൽ അവിടെ ഒന്ന് പഠിക്കുക. അതേപോലെ തന്നെ ഇനിയിപ്പോൾ ഇങ്ങനത്തെ ഒരു മക്കയിൽ ഒരുപാട് അവസരങ്ങളുണ്ട്. അതായത് ഹറമിൻ്റെ ഉള്ളിൽ 2 ഹറമുകളുടെ ഉള്ളിൽ കുല്ലിയുണ്ട്. അവിടെ പ്രായ വ്യത്യാസമില്ലാതെ ആർക്കും വന്ന് പഠിക്കാം. ഇവിടെ എന്താ വെച്ചാൽ ഇങ്ങനത്തെ ഈ ഒരു എന്താ പറയുക അക്കാദമിക് ആയിട്ടുള്ള കുറേ പ്രൊസീജിയറും കാര്യങ്ങളൊക്കെ ഉണ്ട്. അവിടെ നമ്മൾക്ക് അവിടെ നിൽക്കാനുള്ള സൗകര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ, നമുക്ക് അവിടെ ഒരു കഫീലിനെ കിട്ടി നിൽക്കാനുള്ള സൗകര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ചിലവ് നമ്മൾ എടുക്കണം. എന്നാലും അതിൻ്റെ ഉള്ളിൽ നിന്ന് ചെറിയ സ്റ്റൈപ്പിൻ്റെ നമുക്ക് കിട്ടും. 2 ഹറമിലുണ്ട്. 2 ഹറമിലുണ്ട്. അവിടെ ചെറിയ മഹദ് മുതൽ കുല്ലിയ വരെയുള്ള, അതായത് 8ാം ക്ലാസ് ആ പ്രായം മുതൽ കുല്ലിയ വരെയുള്ള എല്ലാതും ഉണ്ട്. ആർക്കും ഒന്ന് പഠിക്കാം. നമ്മൾ ഈ പ്രവാസികളായ ശ്രോതാക്കളുണ്ടല്ലോ, അവർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, അവരുടെ പെൺമക്കൾക്കൊക്കെ പഠിക്കാനുള്ള ഒരു അവസരം അവിടെ ഉണ്ട് എന്നുള്ളത് അവർ തിരിച്ചറിയണം. ഉണ്ട്. പ്രിൻസ് നൂറ യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നത് ഇവർക്ക് വേണ്ടി, റിയാദിലെ പ്രിൻസ് നൂറ യൂണിവേഴ്സിറ്റി. പിന്നെ നമ്മൾ ഒന്ന് പൂർത്തിയാക്കാൻ വേണ്ടി പറയുകയാണ്, അതായത് മദീന യൂണിവേഴ്സിറ്റി മാത്രമല്ല, അങ്ങനെ താല്പര്യപ്പെടുന്ന ആളുകൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ സൗദിയിലെ എല്ലാ യൂണിവേഴ്സിറ്റികളിലും എന്തുണ്ട്, ഇസ്ലാമിക് സ്റ്റഡീസ് ഉണ്ട്. എല്ലാ യൂണിവേഴ്സിറ്റികളിലും ഇസ്ലാമിക് സ്റ്റഡീസ് ഉണ്ട്. അപ്പോൾ എന്ന് വെച്ചാൽ ജാമിയ ഇസ്ലാമിയ എല്ലാവരും ജാമിയ ഇസ്ലാമിക അപേക്ഷിക്കുമ്പോൾ ചിലപ്പോൾ നമുക്ക് കിട്ടിക്കൊള്ളുന്നില്ല. പക്ഷേ ജാമിയത്തുൽ ഇമാം, ഉമ്മുൽ ഖുറ, ശിഷ്യന്മാരൊക്കെ ധാരാളം അവിടെ അധ്യാപകരായിട്ടുണ്ട്. അതേപോലെ തന്നെ തായിഫ് യൂണിവേഴ്സിറ്റി, അപ്പോൾ കിങ് അബ്ദുൽ അസീസ് യൂണിവേഴ്സിറ്റി, ജിദ്ദയിലെ യൂണിവേഴ്സിറ്റി, എല്ലായിടത്തും എന്തുണ്ട്, ആ ലിസ്റ്റ് നോക്കിയാൽ ഏകദേശം 10-30ഓളം യൂണിവേഴ്സിറ്റികളുണ്ട്. അവിടെയൊക്കെ ഇസ്ലാമിക് സ്റ്റഡീസ് ഉണ്ട്. അപ്പോൾ നമ്മളെ താല്പര്യത്തിനനുസരിച്ച് നമ്മൾ പ്രിഫർ ചെയ്യുക. പക്ഷേ 2-3 ഓപ്ഷനൊക്കെ ആയിട്ട് നമ്മൾ ഇങ്ങനത്തെ യൂണിവേഴ്സിറ്റികൾ എനിക്ക് തോന്നുന്നു നമ്മുടെ ഇന്നത്തെ സെഷൻ നമ്മുടെ അവസാനിപ്പിക്കാൻ സമയമായി. ഈ ഒരു വിഷയം മാത്രം, ഇത് അഡ്മിഷൻ എങ്ങനെ നേടാം, വിദേശ യൂണിവേഴ്സിറ്റികളെക്കുറിച്ച് മുഴുവൻ ചർച്ച ചെയ്യുന്നൊരു പ്രോഗ്രാം ഇൻഷാല്ലാ നമുക്ക് റേഡിയോയിൽ ശ്രോതാക്കൾക്കായി സംഘടിപ്പിക്കാം. അത് എന്തായാലും ശ്രോതാക്കൾക്ക് ഉപകാരപ്പെടുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. അത്തരം പ്രോഗ്രാമിൻ്റെ അറിയിപ്പ് ലഭിക്കുന്ന സമയത്ത് നമ്മളതിൽ ഗൗരവപൂർവ്വം അതിനെ കാണണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. ഏതായാലും നമ്മളോടൊപ്പം ഈ സമയം അത്രയും ചെലവഴിച്ച പോകാനായിട്ടുണ്ട്, തിരിച്ചു പോകാനായിട്ടുണ്ട്, തിരക്ക് പിടിച്ച സമയം. നൂറുദ്ദീൻ നമ്മുടെ റേഡിയോയിലെ അവതാരകൻ കൂടിയാണ്. ഈ കഴിഞ്ഞ റമദാനിൽ ഒരു ചെറിയ പ്രാർത്ഥനയുടെ ഒരു പ്രത്യേക സെഷൻ ചെയ്തിരുന്നു എല്ലാ ദിവസവും. അത് വളരെയധികം ആളുകൾക്ക് ഉപകാരം. പിന്നെ ഇവിടെ ഉള്ള സമയത്ത് പല പ്രോഗ്രാമുകളും ചെയ്യാറുണ്ട്. ഇപ്പോൾ കുറച്ച് തടസ്സങ്ങളുണ്ട്. ഇൻഷാല്ലാ റെഡിയാന്ന് വിചാരിക്കുന്നു. അതായത് മദീനയിൽ നമുക്ക് സ്റ്റുഡിയോ ഇല്ലാത്തൊരു പ്രശ്നമുണ്ട്. മദീനയിൽ സ്വന്തമായിട്ട് നമുക്ക് സ്റ്റുഡിയോ ഇല്ലല്ലോ, ശരിക്കും സ്റ്റുഡിയോ ഇല്ല. ഇൻഷാല്ലാ സംവിധാനങ്ങൾ അവിടെ വന്നു കഴിഞ്ഞാൽ കൂടുതൽ സംസാരങ്ങൾ നമുക്ക് അവിടെ നിന്ന് പണ്ഡിതന്മാരുടെ നമുക്ക് ലഭിക്കും. അള്ളാഹു നമ്മൾ ഒരുമിച്ച് കൂടിയത് നന്മയായി അള്ളാഹു സ്വീകരിക്കും. ഒരു വാചകം ഞാൻ പറയാം, നൂറിന് കുറേ സ്വപ്നങ്ങളുണ്ട്. ആ സ്വപ്നങ്ങളൊക്കെ സഫലമാവട്ടെ. എന്താ വെച്ചാൽ ചില ഗ്രന്ഥങ്ങളൊക്കെ ഇങ്ങനെ പേര് പറഞ്ഞപ്പോൾ പറഞ്ഞ ചില കാര്യങ്ങളൊക്കെ ഇങ്ങനെ മനസ്സിലേക്ക് വന്നില്ല. അപ്പോൾ ശ്രോതാക്കളോട് പറയാനുള്ളത്, നിങ്ങളെ പ്രാർത്ഥനയിലുണ്ടാവണം. ജാമിയ ഇസ്ലാമി എന്നൊരാൾ പഠിച്ചിറങ്ങി സമൂഹത്തിനൊരു വലിയ സേവനം ഉണ്ടാകുക, ആ മേഖലയിൽ നിറഞ്ഞു നിൽക്കാനും പിന്നെ റിയാ ഇല്ലാതെയൊക്കെ പ്രവർത്തിക്കാനുള്ള തൗഫീഖ് അള്ളാഹു അദ്ദേഹത്തിന് നൽകട്ടെ, അദ്ദേഹത്തിൻ്റെ കുടുംബത്തിനും എല്ലാ ബർക്കത്തും നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. എന്തായാലും പ്രോഗ്രാമിൽ പങ്കെടുത്തതിന് ഒരു നന്ദി രേഖപ്പെടുത്തുന്നത് ആവശ്യമില്ല, എങ്കിൽ പോലും നന്ദി നമ്മൾ എന്ത് ചെയ്യുന്നു പറയുന്നു.